പുറത്ത് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടായാലും ഈ മൺകൂനയ്ക്കുള്ളിൽ താപനില ഏകദേശം സ്ഥിരമായി തുടരുന്നു. ഇത് ചില ടെർമൈറ്റ് സ്പീഷീസുകൾ നിർമ്മിക്കുന്ന ടെർമൈറ്റ് മൗണ്ടുകളാണ്. ആഫ്രിക്കയിലെ ചില ടെർമൈറ്റുകൾ പണിയുന്ന ഈ ഘടനകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ടെർമൈറ്റുകൾ ജീവിക്കുന്നു. അവ വളർത്തുന്ന ഫംഗസിന് ഏകദേശം 30 ഡിഗ്രി സെൽഷ്യസ് ചുറ്റുമുള്ള സ്ഥിര താപനില ആവശ്യമാണ്. അതിനുവേണ്ടി മൺകൂനയിൽ അനവധി ചെറു വായു ചാനലുകളും വെന്റിലേഷൻ ഷാഫ്റ്റുകളും ഉണ്ടാക്കുന്നു. പകൽ സമയത്ത് പുറത്തുള്ള ചൂട് കൂടുമ്പോൾ ചൂടുള്ള വായു മുകളിലേക്ക് ഉയർന്ന് പുറത്തേക്ക് പോകുന്നു. അതേസമയം തണുത്ത വായു താഴെയുള്ള വഴികളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. രാത്രിയിൽ പുറത്തുള്ള താപനില കുറഞ്ഞാലും മൺഭിത്തികൾ പകൽ സംഭരിച്ച ചൂട് പതുക്കെ പുറത്തുവിടുന്നു. ഇങ്ങനെ സ്വാഭാവിക വായു പ്രവാഹവും താപസംഭരണവും ഉപയോഗിച്ച് മൺകൂനയുടെ ഉൾവശം താരതമ്യേന സ്ഥിര താപനിലയിൽ നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ടെർമൈറ്റുകൾ കണ്ടെത്തിയ ഈ പ്രകൃതി എഞ്ചിനീയറിംഗ് രഹസ്യം ഇന്ന് ഊർജ്ജ ലാഭമുള്ള കെട്ടിടങ്ങളുടെ ഡിസൈനുകൾക്കും പ്രചോദനമാണ്.